ആ ധാരണാപത്രം തന്നെ വാസ്തവത്തിൽ അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ധാരണാപത്രമാണ്. ജനാധിപത്യ മര്യാദകളെല്ലാം കാറ്റിൽ പറത്തുന്ന ഒന്നാണ്. ഈ PM ശ്രീ തന്നെ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റേ അല്ല അജിൻസെ. അത് പ്രധാനമന്ത്രിയുടെ റൈസിംഗ് സ്കൂൾ ഓഫ് ഇന്ത്യ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതിന് വിദ്യാഭ്യാസമായിട്ട് എന്താണ് ബന്ധം? ഇത് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയതല്ല. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും വിദ്യാഭ്യാസ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമുള്ളൊരു കാര്യമല്ല, ഒന്നുമല്ല. ഇതൊരു SPV ആണ്, ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ പോലെ ചില പ്രത്യേക പദ്ധതികൾ നടപ്പാക്കിയെടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയെടുക്കാൻ അവർക്കൊരു വഴിയേ ഉള്ളൂ, അത് അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ്. അത് അടിച്ചേൽപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ ഒരു പ്രത്യേക പ്രോജക്റ്റ് തയ്യാറാക്കുന്നു. അതൊരു SPV ആയിട്ട് വരുന്നു. അതിന് ഫണ്ട് ഒരു മാനദണ്ഡമായിട്ട് വെക്കുന്നു. എന്നിട്ട് ആ ഫണ്ട് ഈ പദ്ധതി നടപ്പിലാക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പേരിൽ മറ്റ് ഫണ്ടുകൾ തടഞ്ഞു വെക്കുമെന്ന് പറയുന്നു. അതിനെന്താ അധികാരം ഗവൺമെൻറ്റിനുള്ളത്? മോദി ഗവൺമെൻറ്റിന്, കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു അധികാരവുമില്ല. കാരണം ഒന്നാമത് വിദ്യാഭ്യാസം കൺകറൻറ്റ് ലിസ്റ്റിലാണ്. അത് മാത്രമല്ല, ഒരു പ്രോജക്റ്റ് സുപ്രീം കോടതി വളരെ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞല്ലോ, തമിഴ്നാടിൻ്റെ കേസിൽ പറഞ്ഞല്ലോ, അത് SSK ഫണ്ടോ മറ്റേതെങ്കിലും ഒരു ഫണ്ടോ ഇതിൻ്റെ പേരിൽ പിടിച്ചു വെക്കാനാവില്ല. അത് നൽകണം, അത് കൊടുത്തേ പറ്റുള്ളൂ. PM ശ്രീ ഫണ്ട് വേണ്ട, കേരളത്തിന് വേണ്ട. അങ്ങനെ വേണമെന്ന് UDF അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയട്ടെ. എന്തായാലും മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ, ഞങ്ങൾ ഫണ്ട് വാങ്ങിക്കോളാം. കഴിഞ്ഞ സർക്കാർ ഫണ്ട് വാങ്ങി എന്ന തെറ്റായ ഒരു വിവരം അദ്ദേഹം പറഞ്ഞു. അത് അദ്ദേഹം പിന്നീട് തിരുത്തുകയുണ്ടായി. കാരണം അത് അദ്ദേഹത്തിന് അറിയാത്തതുകൊണ്ട് പറഞ്ഞതാണ്. കഴിഞ്ഞ സർക്കാർ ഫണ്ട് വാങ്ങിയിട്ടില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് പ്രൊസീഡ് ചെയ്തിട്ടില്ല. അതിന് മുമ്പ് തന്നെ, അതാണ് ഞാൻ പറഞ്ഞത്, നവംബർ 12-ാം തീയതി, ഒക്ടോബർ 16-ാം തീയതി ഒപ്പുവെക്കുന്നു, നവംബർ 12-ാം തീയതി ഇതിന് സംബന്ധിക്കുന്ന കത്ത് അയക്കുന്നു. ക്യാപ്റ്റൻ അബയൻസ് എന്ന് പറയുന്ന നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കത്ത് ഇത് അയക്കുന്നത് 1 മാസമായിട്ടില്ല. അദ്ദേഹം പറഞ്ഞാൽ 1 മാസം തികയുന്നതിന് മുമ്പ് തന്നെ ഈ കത്ത് അയച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് പ്രശ്നമുണ്ട്, ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് തടസ്സങ്ങളുണ്ട്, കൺസേൺസ് ഉണ്ട് എന്നാണ് അതിനകത്ത്. എന്തോട്ടെ, ലാംഗ്വേജ് എന്ത് വാങ്ങട്ടെ, പക്ഷേ അതിനകത്തൊരു അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു കത്താണല്ലോ. അപ്പോൾ അതവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സാങ്കേതിക ഇപ്പം നമുക്ക് സാങ്കേതിക കാര്യങ്ങളിൽ കടിച്ചു തൂങ്ങാനാണെങ്കിൽ പല വകുപ്പുകളും അതിനകത്തുണ്ട്, നമുക്ക് പലതും പറയാം. അപ്പോൾ അതുകൊണ്ട് അത് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ ഡിസിഷൻ എടുക്കണം. ഈ PM ശ്രീയിൽ തലവെക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം അത് ഫാർ റീച്ചിങ് കോൺസിക്വൻസസ് ആണ്. ദൂരവ്യാപകമായ, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. സ്കൂൾ വിദ്യാഭ്യാസം തകരും. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടേണ്ടി വരും. കാരണം ഇത് 265 സ്കൂളുകളിൽ, PM ശ്രീ സ്കൂളുകളിൽ മാത്രമല്ല ഇത് ബാധകമാകുന്നത്, നെയ്ബറിംഗ് സ്കൂളുകളിലേക്ക് വ്യാപിപ്പിക്കണം. കേരളം മുഴുവൻ ഈ പദ്ധതി നടപ്പിലാക്കണം. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കണം. നമുക്കറിയാമല്ലോ, 1 ലക്ഷം സ്കൂളുകളാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ നയം വന്നതിന് ശേഷം അടച്ചുപൂട്ടിയിരിക്കുന്നത്. 1 ലക്ഷത്തിലേറെ സ്കൂളുകൾ അടച്ചുപൂട്ടി കഴിഞ്ഞു. ബാക്കി 10,000-കണക്കിന് സ്കൂളുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയുടെ വക്കിലാണ്. അപ്പോൾ അങ്ങനെ അത്രയും വിനാശകരമായ ഒരു പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കി കൊടുത്തോളാം. എങ്ങനെ? കേരളത്തിൻ്റെ ഫണ്ട് 40% വിനിയോഗിച്ച് നടപ്പിലാക്കണം. എന്തിനാ? അത് 31/3/2027 ഈ പദ്ധതി അവസാനിക്കുകയാണ്. ഇനി 5-6 മാസം കൂടിയേ ഉള്ളൂ. അപ്പോൾ എന്തിനാണ് ആ പദ്ധതി നമ്മൾ ഏറ്റെടുക്കുന്നത്? അതിൻ്റെ കാലാവധി കഴിഞ്ഞു, അത് അപ്രസക്തമായി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ 31/3/2027 അവസാനിക്കുന്ന, നമ്മൾ ഇനിയും ഫണ്ട് വാങ്ങിയിട്ടില്ലാത്ത, ഇംപ്ലിമെൻ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ലാത്ത, ഇതിൽ നടപ്പാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞ സർക്കാർ കത്തയച്ച ഒരു പദ്ധതിയെ സംബന്ധിച്ച് നമ്മൾ അതിൽ കടിച്ചു തുടങ്ങാൻ പുതിയ ഉപസമിതിയുടെ റിപ്പോർട്ട് വരട്ടെ. കഴിഞ്ഞ ഉപസമിതിയുടെ റിപ്പോർട്ട് ഇവിടെ? ഉപസമിതി എന്തിനാണ് ഉപസമിതി വെച്ചത്? അതിനൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ആ ഉപസമിതിയുടെ റിപ്പോർട്ട് ഇവിടെ? ആ ഉപസമിതി മീറ്റിംഗ് കൂടിയോ? ഇപ്പോൾ ഇതെല്ലാം ഐവാഷാണ്, കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രങ്ങളാണ് അവർ നടത്തിയത് മുഴുവൻ. അപ്പോൾ ഒരു ജനാധിപത്യ വിരുദ്ധമായ, വിദ്യാഭ്യാസ വിരുദ്ധമായ ഒരു നയം നമ്മുടെ സംസ്ഥാനത്ത് ഒളിച്ചു കടത്തുവാൻ കഴിഞ്ഞ LDF ഗവൺമെൻറ്, പിണറായി ഗവൺമെൻറ് നടത്തിയ ജനാധിപത്യ വിരുദ്ധമായ നടപടിക്കെതിരെ ഉയർന്നു വന്ന പ്രതിഷേധം, ജനസമൂഹത്തിൽ നിന്ന് വന്ന പ്രതിഷേധം, വിദ്യാഭ്യാസ സ്നേഹികൾ ഉയർത്തിയ പ്രതിഷേധം, എന്തിന് സ്വന്തം മുന്നണിയിൽ നിന്ന് ഉയർന്നു വന്ന പ്രതിഷേധം, അത് മറച്ചു വയ്ക്കാൻ പറ്റുമോ? ഇപ്പോൾ ഈ രതീഷ് കാളിയാടൻ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് എന്താ പറയുക, ഉപദേശകനായിരുന്ന ആ ലെവലിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹം പോലും അത് അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ലേഖനത്തിൽ ചില വസ്തുതാപരമായ മിസ്റ്റേക്കുകളുണ്ട്, അത് നിൽക്കട്ടെ. പക്ഷേ എങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിയമസഭയെ മറച്ചു വെച്ചു, മന്ത്രിസഭയെ മറച്ചു വെച്ചു, മുന്നണി സംവിധാനത്തെ മറച്ചു വെച്ചു. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണമാണോ? അങ്ങനെ ഒരു നയം നടപ്പാക്കിയെടുക്കാൻ പറ്റുമോ? അങ്ങനെ ഉദ്യോഗസ്ഥർക്ക് സ്വന്തം നിലയിൽ ഒപ്പുവയ്ക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടിയാണ് കഴിഞ്ഞ LDF ഗവൺമെൻറ് സ്വീകരിച്ചത്? ഗവൺമെൻറ് അറിയാതെ, മന്ത്രിസഭ അറിയാതെ ഒപ്പുവെക്കുവാൻ ഈ അന്നത്തെ വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്ന ശ്രീമതി വാസുകിയാണല്ലോ ഒപ്പുവെച്ചിരിക്കുന്നത്. വാസുകി 3-4 പേരും. അതെങ്ങനെ ഒപ്പുവയ്ക്കാൻ പറ്റും? അവരെ വിളിച്ചൊന്ന് വിചാരണ ചെയ്താൽ നമുക്കതിൻ്റെ വസ്തുത, ആരാണ് അവരോട് ഒപ്പുവയ്ക്കാൻ ആവശ്യപ്പെട്ടത്? അങ്ങനെയാണെങ്കിൽ അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അഥവാ ചെയ്താൽ ഇനി മുഖ്യമന്ത്രി ചെയ്തു എന്ന് വെച്ചു, എന്നാൽ പോലും അത് ഇൻവാലിഡാണ്. കാരണം മുഖ്യമന്ത്രിക്ക് മന്ത്രിസഭയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ
ഒരു മന്ത്രിസഭയുടെ തീരുമാനത്തിൻ്റെ വയലേഷനാണ് എങ്ങനെയാണ് ഇതുപോലൊരു MOU ഒപ്പുവയ്ക്കാൻ പറ്റുക? അതാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതെല്ലാം മാറ്റി വെച്ചാലും അത് MOU മാത്രമാണ്, ധാരണാപത്രം മാത്രമാണ്. എത്രയോ ഇതിൻ്റെ കരാറുകൾ പോലും പാലിക്കപ്പെടുന്നില്ല. ഇന്ത്യ മഹാരാജ്യത്ത് എത്രയെത്ര കരാറുകൾ പാലിക്കപ്പെടുന്നില്ല, പിന്നെയാണ് ഒരു MOU. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ഒരു ഇച്ഛാശക്തി വേണം. ഇപ്പോൾ UDF ഗവൺമെൻറ് എടുക്കേണ്ട നിലപാടെന്ന് പറഞ്ഞാൽ ഇച്ഛാശക്തി എന്ന് പറയുന്നത് ഇച്ഛാശക്തി ഉണ്ടാകുന്നത് മറ്റൊരു രാഷ്ട്രീയ ഇച്ഛാശക്തിയിലാണ് ഷാജർ ഖാൻ. ഒന്നാമത്തെ കാര്യം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയോട് ഈ മുന്നണിക്ക്, ഇപ്പോൾ ഭരിക്കുന്ന മുന്നണിക്ക്, അതിനെ നയിക്കുന്ന പാർട്ടിക്ക് ഒരു നിലപാട് വേണ്ടേ? ദേശീയ തലത്തിൽ കോൺഗ്രസ് NEPയുടെ എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്? ആ നിലപാട് ഉണ്ടെങ്കിലല്ലേ സംസ്ഥാനത്തിന് നിലപാടുണ്ടാവുക? അതെ, ഇപ്പോൾ രാഹുൽ ഗാന്ധി വ്യക്തിപരമായി ദേശീയ വിദ്യാഭ്യാസ നയം അവർ അധികാരത്തിൽ വന്നാൽ പുനഃപരിശോധിക്കുമെന്നൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ ദേശീയ തലത്തിൽ ഒരു കർശനമായ ഒരു നിലപാടെടുക്കുവാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഒരു വസ്തുതാപരമായ നമ്മളിപ്പോൾ നേരിടുന്ന ഒരു പോരായ്മ. അതവരെടുക്കണം. അത് ദേശീയ തലത്തിൽ എടുക്കണം, സംസ്ഥാനത്തും എടുക്കണം. പക്ഷേ കേരളം വ്യത്യസ്തമായൊരു സംസ്ഥാനമാണ്. കേരളം ഗുജറാത്തോ മധ്യപ്രദേശോ മഹാരാഷ്ട്രയോ ഒന്നും അല്ലല്ലോ. അപ്പോൾ കേരളം വിദ്യാഭ്യാസപരമായി മുന്നേറിയ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് ജനാധിപത്യ സംവിധാനങ്ങൾ അത്രയും സംഘടിതമായി നിൽക്കുന്ന, സുഘടിതമായ ഒരു പൊതുവിദ്യാഭ്യാസ ശൃംഖല പടുത്തുയർത്തിയ ഒരു കേരള മോഡൽ വിദ്യാഭ്യാസമുള്ള ഒരു നാട്ടിൽ ഈ PMശ്രീക്കെതിരെ ഉള്ള വികാരം കൂടി മുതലാക്കിക്കൊണ്ടാണല്ലോ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. വിദ്യാഭ്യാസ സ്നേഹികളുടെയും അധ്യാപക സംഘടനകളുടെയും അധ്യാപകരുടെയും എല്ലാ പൊതുസമൂഹത്തിൻ്റെയും ഇടതുപക്ഷ വിശ്വാസികളുടെയും ഒക്കെ എതിർപ്പ് PMശ്രീക്കെതിരെ ഉണ്ടായിരുന്നു. അതും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയമായ പരിഗണനകൾ കൂടി എടുക്കണം. കേരളം രാജ്യത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ഥിതി പരിതാപകരമായിരിക്കാം, പക്ഷേ കേരളത്തിൻ്റെ സ്ഥിതി അങ്ങനെയല്ല. ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റും. കാരണം ഇപ്പോഴും കേരളത്തിൻ്റെ ഒരു സെക്യുലർ മനസ്സ്, ഒരു ശാസ്ത്രീയ മതേതര ജനാധിപത്യ മനസ്സ് ഈ സമൂഹത്തിലുണ്ട്. അതുകൊണ്ടാണല്ലോ UDF അധികാരത്തിൽ വന്നത്. UDF അല്ലെങ്കിൽ എങ്ങനെ അധികാരത്തിൽ വരും? അതിനുവേണ്ടിയുള്ള സംഘടനാ ശക്തിയോ അതിനുവേണ്ടിയുള്ള പിന്തുണയോ ഒന്നും UDFന് ഇല്ലല്ലോ. മറിച്ച് UDFന് കിട്ടിയിരിക്കുന്ന പിന്തുണ പൊതുസമൂഹം നയപരമായ കാര്യങ്ങളിൽ LDF ഗവൺമെൻറ്റിനെതിരെ എടുത്തിട്ടുള്ള നിലപാടുകളുടെ അതിൻ്റെ എന്താ പറയുക, ഒരു രാഷ്ട്രീയമായ ഒരു ഒപ്പുചാർത്തലാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അതനുസരിച്ച് വേണം പോളിസി ക്വസ്റ്റ്യൻസ് എടുക്കാൻ. ഇതൊരു പോളിസി ക്വസ്റ്റ്യനാണ്. വിദ്യാഭ്യാസ നയത്തെ സംബന്ധിക്കുന്ന ഒരു പ്രശ്നമാണ്. അത് ഭാവി തലമുറകളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും നമ്മൾ കഴിഞ്ഞ സർക്കാർ ഉപസമിതിയെ വെച്ചു, ഞങ്ങളും ഉപസമിതിയെ വെച്ചു. അതുകൊണ്ട് ആ ഉപസമിതിയുടെ റിപ്പോർട്ട് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി എടുത്തിട്ട് ഈ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് അദ്ദേഹം പറഞ്ഞു. അതാണോ അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഞങ്ങളിതിനെ എതിർത്തിട്ടില്ല, പക്ഷേ ഞങ്ങൾ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. പോരാ സുഹൃത്തെ, ആ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്താൽ പോരാ എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതിനകത്താണ് മാറ്റം വരുത്തേണ്ടത്. സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനാണോ LDF ഗവൺമെൻറ്റിനെ ചവിട്ടി പുറത്താക്കിയത്, എന്നിട്ട് UDF ഗവൺമെൻറ്റിനെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നത്? മറിച്ച് ചില സ്റ്റാറ്റസ് കോ അത് അപ്പടി മാറ്റാൻ വേണ്ടിയിട്ടാണ്.